അഗ്രികൾച്ചർ ലൈഫിന്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വാഴക്കന്ന് മരുന്നിൽ മുക്കുകയാണ്. കാരണം നമുക്ക് നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ 3-4 ദിവസമായിട്ട് നല്ല മഴയാണ്. ഇപ്പം ചെറുതായിട്ട് നമുക്കൊരു ചെറിയൊരു തോർച്ച കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ മരുന്നൊക്കെ നേരത്തെ മേടിച്ച് വെച്ച് ആ തോർച്ചയുള്ള സമയം നോക്കി പെട്ടെന്ന് തന്നെ മുക്കി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ടാർപ്പായിട്ട് മൂടണം. നമ്മൾ നാളെ നട്ടു തുടങ്ങുള്ളൂ. കാരണം വെള്ളമൊക്കെ നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു 2-3 ആഴ്ച മുമ്പ് നമ്മൾ സ്ഥലങ്ങളെല്ലാം നല്ലപോലെ വൃത്തിയാക്കി ഇട്ടിരുന്നു. ഇപ്പോൾ ആ വഡിലുള്ള വെള്ളമെല്ലാം നല്ലപോലെ വലിഞ്ഞിട്ടുണ്ട്. പക്ഷെ മഴ പെയ്ത് ആ വെള്ളം ചെറിയ രീതിയിൽ കെട്ടിയിട്ടുണ്ട്. നമുക്ക് അത് നടുന്നതിന് വിഷയമൊന്നുമില്ല, വിത്തിന് ചീച്ചിലൊന്നും ഉണ്ടാകുകയില്ല. ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളൊന്നും നമുക്ക് വിത്തിന് അങ്ങനെ ചീച്ചിലുണ്ടാകില്ല. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളുണ്ടെങ്കിൽ വിത്ത് നടുന്ന സമയത്ത് വിത്തിന് ചീച്ചിലുണ്ടായി നമുക്ക് വിത്ത് നഷ്ടപ്പെടുകയുള്ളൂ. നമുക്കിപ്പോൾ വഡ് എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ വഡിൻ്റെ വീതി വരുന്നത് 11 അടിയാണ്. 11 അടിയിൽ ഉള്ളിലായിട്ട് 2 വിത്ത് നടുന്ന രീതിയാണ്. പിന്നെ 5.5 അടി ഗ്യാപ്പാണ് ഒരു വാഴയിൽ നിന്ന് അടുത്ത വാഴയിലേക്ക് വരുന്നത്. ഏകദേശം വിത്ത് ഇറങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രമാണ് കുഴിയെടുക്കുന്നുള്ളൂ. അതുപോലെ നമ്മൾ ഈ പ്രാവശ്യം നടുന്നത് ഹൈറ്റ് മഞ്ചേരിയാണ്. ഈ തോട്ടം ഫുള്ളായിട്ട് നമ്മൾ നടുന്നത് ഹൈറ്റ് മഞ്ചേരിയാണ്. ഏകദേശം നമ്മൾ നാളത്തോട്ട് നട്ടു തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ദിവസം കൊണ്ട് ഈ തോട്ടം ഫുള്ളായിട്ട് കവർ ചെയ്യും. അവിടെ നടുന്നതിന് പ്രത്യേകിച്ചൊരു വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാകുകയല്ല, ജസ്റ്റ് നടുന്നത് മാത്രമേ ഉള്ളൂ. അന്നേരം ഇതിനകത്ത് തന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം അതിൻ്റെ താഴെയുള്ളതാണ്. വലിയ ഓവർ സൈസായിട്ടുള്ള വിത്തുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ സൈസായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ കൊലയിടുക. അന്നേരം ആദ്യം വരുന്ന കൊലകളൊക്കെ മഞ്ചേരി ഐറ്റത്തിനകത്ത് കുറച്ച് മോശമായിട്ട് കാണുന്നുണ്ട്. അന്നേരം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ മീഡിയത്തിന് തൊട്ട് താഴെയുള്ള ചെറിയ കന്നുകളുമാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം നമുക്കത് മികച്ച കൊലകളിലോട്ട് എത്താനായിട്ട് സാധിക്കും. അന്നേരം നമുക്ക് വിത്തിൻ്റെ വലിപ്പമാണ് പറഞ്ഞത്. അന്നേരം എല്ലാവരും പറയും വലിയ വിത്തുകൾ വേണം വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ. ഇതൊക്കെയാണ് വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ വലിയ വിത്ത് വെക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത്. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലും അത് തന്നെയാണ് നല്ലത്. എന്നാൽ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ നമ്മൾ നോക്കി ചെയ്യുകയാണെങ്കിൽ ഒരു മീഡിയം സൈസും അതിൻ്റെ ചെറുതും നല്ലതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാനായിട്ടുള്ള കാരണമായി തീരുന്നത് ഈ വിത്തിനങ്ങളാണ്. അതുപോലെ തന്നെ ഹൈറ്റ് മഞ്ചേരിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചേരി വീടിനെക്കാട്ടിൽ ഒരു 2 അടിയും കൂടി ഹൈറ്റ് ഉണ്ടാകും. നമ്മൾ കൈകൊണ്ട് തൊടുകയാണെങ്കിൽ തന്നെ നമ്മുടെ കൈപ്പൊക്കത്തിനെക്കാട്ടിൽ കുറച്ചും കൂടി 1 അടിയും കൂടി മുകളിലോട്ട് നിൽക്കുകയും ചെയ്യും. നല്ല റിസൾട്ടാണ്. നമുക്കൊരു 16 കിലോ 17 കിലോ ഒക്കെ വേണമെങ്കിൽ നല്ല കെയർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവറേജിലോട്ട് തന്നെ അത് എത്തിക്കാൻ സാധിക്കുന്ന ഇനം കൂടിയാണ്. മഞ്ചേരി വാഴകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.5 മാസം ആകുമ്പോൾ കൂമ്പിടും. ഈ ഐറ്റത്തിന് നമുക്ക് 5.5 മാസം ആകുമ്പോൾ കൂമ്പിടും. പിന്നെ 3 മാസത്തെ വിളവും വരുന്നുണ്ട്. അത് നമുക്ക് എല്ലാം നമുക്ക് ആ 5.5 മാസത്തിൽ തന്നെ കൂമ്പിടും എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കുറച്ചൊക്കെ ലേറ്റ് ആകും. എങ്കിലും 9 മാസം കൊണ്ട് നമുക്ക് തോട്ടം ഫിനിഷായിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് മഞ്ചേരിയിലെ ഹൈറ്റിനം. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മരുന്ന് ക്ലോറിൻ്റെ 50 EC ആണ്. നമ്മൾ ക്ലോറിൻ്റെ 50 EC ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിത്തെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫുള്ളായിട്ട് വൈറ്റ് ആയിരിക്കും. കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നും കാണുകയില്ല. പക്ഷേങ്കിൽ നമുക്കതിനകത്ത് മുട്ടകൾ, അതുപോലെ പുഴുക്കളുടെ മുട്ടകൾ, അതൊക്കെ നമുക്ക് അതിനകത്ത് പ്രതീക്ഷിക്കണം. നമ്മൾ കണ്ണിന് കാണുന്നില്ലെങ്കിലും അതിനുള്ളിൽ മുട്ടകൾ കാണാനുള്ള സാധ്യതകളുണ്ട്. അന്നേരം കീടങ്ങളുടെ ഒരു കീടനാശിനിയാണ് ക്ലോറിൻ്റെ 50 EC. അത് നമ്മൾ മുക്കിക്കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള മുട്ടകൾ നശിക്കുന്നതിന് കാരണമാകും. അത് നമുക്ക് വിത്ത് നട്ടതിന് ശേഷം പിന്നെ പുഴുശല്യം ഒരു മാസത്തേക്ക് നമുക്ക് ഉണ്ടാകില്ല. പിന്നീട് നമ്മൾ ഈ മരുന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നീട് ആ ശല്യം ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അന്നേരം മുക്കുന്ന സമയത്ത് ക്ലോർ ഉപയോഗിക്കുന്ന കീടനാശിനികളെ മുട്ടകൾ നശിപ്പിക്കാനായിട്ടാണ്. അതുപോലെ നമ്മൾ അടുത്ത മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗിസൈഡാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുമിൾ രോഗങ്ങൾ അത് നമുക്ക് കണ്ണിന് പെട്ടെന്നൊന്നും കാണാൻ സാധിക്കില്ല. അന്നേരം ഏതെങ്കിലും തരത്തിലുള്ള കുമിൾ രോഗങ്ങളുണ്ടെങ്കിൽ അത് മാറാനായിട്ടാണ് നമ്മൾ കുമിൾനാശിനി ഫംഗിസൈഡ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു മരുന്ന് കൂടി നമ്മൾ 3 മരുന്നിൻ്റെ കോമ്പിനേഷനാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അടുത്തത് ഹുമിക് ആസിഡാണ്. ഹുമിക് ആസിഡ് നമ്മളിത് മുക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു അംശം അതിനകത്ത് കാണും. അത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ മണ്ണിലുള്ള ഇപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് വേറെ വളങ്ങൾ അടിവളങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ കുഴിയിലും വലിയ ക്വാണ്ടിറ്റിയിൽ ചാണകപ്പൊടി അങ്ങനെയുള്ള അടിവളങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് നട്ട് വേര് വന്നതിന് ശേഷം മാത്രം പിന്നീട് നമ്മളൊരു ഡോളോമേറ്റും കൊടുത്തതിന് ശേഷം അതിന് ഒരു 10 ദിവസത്തിന് ശേഷമാണ് അടിവളത്തിൽ നിന്നുള്ള പ്രോസസ്സിലോട്ട് പോവുക. അന്നേരം നമുക്ക് മണ്ണിലുള്ള ഏറെക്കുറെ വളങ്ങളൊക്കെ കാണും. ന്യൂട്രിയൻസുകളാണ്, മൈക്രോ ന്യൂട്രിയൻസുകളാണ്. അതൊക്കെ വലിച്ചെടുത്ത് വാഴയുടെ വേരുകൾക്കൊക്കെ ഒന്ന് സ്ട്രെങ്ത് ആക്കാനായിട്ടാണ് നമ്മൾ ഹുമിക് ആസിഡ് ഉപയോഗിക്കുന്നത്. അന്നേരം 3 മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്: ഫംഗിസൈഡ്, ക്ലോറിപെർബോസിൻ്റെ 50 EC, അതുപോലെ ഹുമിക് ആസിഡ്. ഈ 3 മരുന്നും ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 200 ലിറ്റർ തൊട്ട് ഇതെല്ലാം ലിക്വിഡ് ടൈപ്പ് ആണെങ്കിൽ 1/2 ലിറ്റർ, പൊടിയാണെങ്കിൽ 1/2 കിലോ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. 3
1/2 ലിറ്റർ വീതം, അതിനകത്ത് പൊടി വരുന്നത് 1/2 കിലോയും കൂടി 200 ലിറ്ററിനകത്ത് മുക്കിയിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് വാഴവിത്ത് മുക്കുന്നത്. നമ്മൾ 20 മിനിറ്റോളം വാഴവിത്ത് മുക്കിയിടണം. അതിന് ശേഷം നമ്മൾ പുറത്തെടുത്ത് മഴ കൊള്ളാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ മരുന്നിൻ്റെ അംശങ്ങൾ അതിനകത്ത് പോകും. പിന്നെ ഇത് പലരും ആൾക്കാരും ചോദിക്കുന്നുണ്ട്, നമ്മൾ മുക്കിയ മരുന്ന് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. മുക്കിയ മരുന്നുകൾ പിന്നീട് ഉപയോഗിക്കുന്നത് വളരെയധികം ദോഷകരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് രോഗങ്ങൾ വന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ കീടങ്ങളുടെ മുട്ട നശിപ്പിച്ചുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആയിട്ടുണ്ടാകും. ഈ ഒരു മരുന്ന് നമ്മൾ കളയുക എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ചെടികൾക്കും കൊണ്ട് ഒഴിക്കരുത്. അതായത് ആ ഒരു ചെടി കൂടി രോഗം ഉണ്ടാക്കുന്നതിന് കാരണമാകും. എന്നിട്ട് നമ്മൾ വിത്ത് മുക്കിയ മരുന്ന് വേറെ ഒന്നിനും ഉപയോഗിക്കാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം ഓൾറെഡി ഉണ്ട് എന്ന് നമുക്ക് സംശയമുള്ള വിത്തുകളാണ് നമ്മൾ മുക്കുന്നത്. അതിപ്പോൾ എത്ര നല്ല വിത്താണെങ്കിലും അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ, ചിലപ്പോൾ 10 വിത്തിനായിരിക്കും രോഗങ്ങളുണ്ടാകുക. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല. എന്നിട്ട് രണ്ടാമത് മരുന്ന് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക, അത് ഉപയോഗിക്കാതെ തന്നെ ഇരിക്കുക. അത് 100% അങ്ങനെ തന്നെ ചെയ്യുക. ഇനി നമ്മൾ വാഴവിത്ത് നട്ട് ഏകദേശം ഒരു 10-24 ദിവസം ആകുമ്പോഴാണ് ഡോളോമേറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുമ്മായം കൊടുക്കുന്നത്. അതിനകത്ത് ഡോളോമേറ്റ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് മഗ്നീഷ്യം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡോളോമേറ്റ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 10 ദിവസത്തിന് ശേഷം നമ്മൾ ജൈവവളത്തിൽ സ്റ്റാർട്ട് ചെയ്യും. അതൊരു ഇതുവരെയാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് വാഴയ്ക്ക് വളർച്ച എത്രത്തോളം വരുന്നുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള കേടുകൾ വാഴയ്ക്ക് വരുന്നുണ്ടോ, വേരുകൾക്ക് വളർച്ച കുറവുണ്ടോ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വളർച്ചകൾ കുറവുണ്ടോ, അങ്ങനെയെല്ലാം നോക്കിയതിന് ശേഷമാണ് അടുത്ത വളപ്രയോഗത്തിലോട്ട് നമ്മൾ കടക്കുന്നത്. കാരണം ഈ കൊല്ലം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഹൈറ്റ് മഞ്ചേരിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ചാനലിലൂടെ വിശദീകരിക്കുന്നത്. കാരണം നമുക്ക് വളപ്രയോഗങ്ങൾ കാണാം, കൃഷി രീതികൾ കാണാം, പോളിയാർ കൂടുതലായിട്ട് കാണാം, പുതിയ രീതിയിലുള്ള മൈക്രോ ന്യൂട്രിയൻസുകളുടെ മിശ്രിതങ്ങൾ കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഒരു 18ഓളം അല്ലെങ്കിൽ 20ഓളം ഒക്കെ മൈക്രോ ന്യൂട്രിയൻസുകൾ ഒരു കോമ്പയിൽ വരുന്ന തരത്തിലുള്ള മിശ്രിതങ്ങൾ കാണാം. നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളിൽ കുറേയേറെ വീഡിയോകൾ സ്കിപ്പ് ചെയ്തിട്ടാണ്. നമ്മുടെ ചാനലുകൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു തോട്ടത്തിലെ വീഡിയോ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്, അടുത്ത തോട്ടത്തിലെ വീഡിയോ ചില സമയങ്ങളിലാണ് എടുക്കുന്നത്. അന്നേരം നമ്മൾ അവിടെ പുതുതായിട്ടുള്ള മരുന്നുകൾ നമ്മൾ നോക്കുന്നുണ്ട്, നമുക്കതിനകത്തൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആ കോമ്പോ കൊള്ളാം എന്ന് തോന്നിക്കഴിഞ്ഞാലാണ് നമ്മൾ പുതിയൊരു തോട്ടത്തോട്ട് വന്നിട്ട് നിങ്ങൾക്കൊക്കെയായിട്ട് അത് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്ന സമയത്ത്, ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളിലോട്ട് ഞാനത് എത്തിക്കുന്നില്ല. നമുക്കതിനൊരു റിസൾട്ടുണ്ട്, നമ്മൾ മുടക്കുന്ന എമൗണ്ടിന് കൃത്യമായിട്ടുള്ള വാല്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളിലോട്ട് ആ മരുന്ന് എത്തിക്കുന്നത്. അതിനൊരു റിസൾട്ട് ഉണ്ടാകും, നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മുടെ ചാനൽ കണ്ട് കുറേയേറെ ആൾക്കാർ കൃഷി തുടങ്ങിയിട്ടുണ്ട്, കൃഷി രീതികൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വെറുതെ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ദോഷകരമായിട്ട് ആൾക്കാരിൽ ബാധിക്കും. അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി ആ ഒരു ഫോളോ അപ്പ് നടത്തുന്ന സാധനങ്ങളാണ് നിങ്ങളിലോട്ട് കൂടുതലോട്ട് എത്തിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഹൈറ്റ് മഞ്ചേരി നട്ടിരുന്നു. അന്നേരം അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വീഡിയോകളൊന്നും ആദ്യ സമയങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ചെറിയ ചെറിയ പോർഷനുകളാണ് നിങ്ങളിലോട്ട് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ ആദ്യത്തെ വളപ്രയോഗം തൊട്ട് കൊല വെട്ടുന്ന നമ്മൾ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളും വിശദീകരിക്കുന്നത് ഹൈറ്റ് മഞ്ചേരിൻ്റെയാണ്. അത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വിത്ത് മുക്കേണ്ട മരുന്നുകൾ ഏതൊക്കെയാണ്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ നടന്ന ഇനം ഏതാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ബഡിന് എത്രത്തോളം ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വയലായതുകൊണ്ട് തന്നെ ഓരോ 11 അടിയിലേക്കും താഴോട്ട് നമ്മളൊരു 2.5 അടി ചാല് കയറിയിട്ടുണ്ട്. ആ ചാല് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഈ ബഡിൽ നിന്ന് ഊർന്നിറങ്ങാനായിട്ടാണ് നമ്മൾ ഈ ബഡ് ക്രമീകരിക്കുന്നത്. അല്ലെങ്കിൽ ആ വെള്ളം അവിടെ തന്നെ അത്രയും ഏരിയയിൽ ഇങ്ങനെ കെട്ടി നിൽക്കുക, നമുക്ക് വിത്തിന് ചീച്ചിൽ കൂടുതലുണ്ടാകും. വലിയൊരു പ്രോസസ്സാണ് വയലിൽ വിത്ത് നടുക എന്നുള്ളത്. പക്ഷേങ്കിൽ കരയിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ചാലിൻ്റെ ആവശ്യം വരില്ല, മണ്ണിന് നല്ലൊരു ഇളക്കം കിട്ടിയാൽ മതി. പക്ഷേങ്കിൽ വയലിലെ മണ്ണ് മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെളിയായി വെള്ളം കുതിർന്ന് നിൽക്കുകയും ചെയ്യും. അത് വലിഞ്ഞു പോകാനായിട്ട് കുറേയേറെ സമയമെടുക്കും. പക്ഷേ കരയിലെ മണ്ണാണെങ്കിൽ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകുന്ന വെള്ളക്കെട്ടുകൾ ഒത്തിരിയേറെ ഉണ്ടാകത്തില്ല. അത് തന്നെയാണ് വയലിലും കരയിലുമായിട്ടുള്ള വ്യത്യാസം. നമ്മളൊരു കൊല്ലം നമ്മൾ കരയിലെ വീഡിയോസ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഇനം നടുന്നത് വയലിലാണ് ആൾക്കാർ കൂടുതലും നമ്മൾ വാഴ കൃഷി ഈ ടൈമിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വയലിലുള്ള വീഡിയോസ് കൂടുതലായിട്ട് നമ്മൾ ചാനലുകളിൽ ഉപയോഗിക്കുന്ന കേരളത്തിനെ സംബന്ധിച്ച്. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വിത്ത് മുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി, ഇനം ഏതാണെന്ന് മനസ്സിലായി, മരുന്ന് ഏതാണെന്ന് മനസ്സിലായി. അന്നേരം നമുക്കിനി അടുത്ത വീഡിയോ ചിലപ്പോൾ വിത്ത് നടുന്ന വീഡിയോസുകൾ വരും. ഇല്ല എങ്കിൽ തൊട്ടടുത്തുള്ള വളപ്രയോഗം തൊട്ടായിരിക്കും നമ്മൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുക. അന്നേരം അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം.